നമസ്കാരം. അവസാനം ജയറാമിന്റെ വീട്ടിലും പോലീസ് എത്തിയിരിക്കുന്നു. നടൻ ജയറാമിന്റെ വീട്ടിൽ പോലീസ് എത്താൻ കാരണം എന്താണ്? അയ്യപ്പനോട് കളിച്ചാൽ ഇങ്ങനെയാണ്. അയ്യപ്പന് പ്രത്യേകിച്ച് ആരോടും പ്രത്യേകിച്ച് മമതയൊന്നുമില്ല. എല്ലാവരോടും ഒരേപോലെ സമഭാവനയാണ് അയ്യപ്പനുള്ളത്. ആ അയ്യപ്പൻ്റെ അടുത്ത് പ്രത്യേകമായി അയ്യപ്പൻ്റെ വിലപ്പെട്ട സാധനങ്ങളെല്ലാം കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി പൂജ നടത്തുകയും കച്ചവടം നടത്തുകയും ചെയ്താൽ പിന്നെ പോലീസ് പിടിക്കാതിരിക്കുമോ? മുമ്പത്തെ പോലീസാണ് പിടിക്കുമായിരുന്നു. പിണറായി വിജയൻ നേരിട്ടുള്ള പോലീസാണ് പിടിക്കില്ലായിരുന്നു. എന്നാൽ ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള പോലീസിന് അതൊന്നും ബാധകമല്ല. എവിടെ കളങ്കമുണ്ടോ, എവിടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ, എവിടെ കൊള്ള നടന്നിട്ടുണ്ടോ അവരെല്ലാം പൊക്കും. അതല്ലേ ശങ്കരദാസിനെ കുടുക്കിയത്. നമുക്കറിയാം, ശങ്കർദാസ് പറഞ്ഞാൽ വലിയ കുഴപ്പക്കാരനായിട്ട് എനിക്ക് തോന്നിയില്ല. അദ്ദേഹത്തിൻ്റെ നല്ലൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത്. DIG ഹരിശങ്കർ, അതായത് നമ്മുടെ സരിതാ നായരുടെ മൊബൈൽ പിടിച്ച് അതിലുള്ള വീഡിയോകളെല്ലാം പലരുമായി സെക്സ് ചെയ്തിട്ടുള്ള പല വീഡിയോകളും അതിൻ്റെ അകത്ത് വീഡിയോകളെല്ലാം കണ്ടെത്തുകയും അതുവഴി വലിയ തോതിൽ പിന്നെ കേരളത്തിൽ കോളിളക്കം ഉണ്ടാക്കുകയും ചെയ്യിപ്പിക്കാൻ കാരണമായത് ഹരിശങ്കറാണ്. ഹരിശങ്കർ പിടിച്ചെടുത്ത സരിതാ നായരുടെ വീഡിയോകളാണ് പിന്നീട് കേരളത്തിലെ ചരിത്രം മാറ്റിക്കുറിച്ചത്. പലരുടെയും മുഖംമൂടി പച്ചയ്ക്ക് ചിന്തി. എന്നാൽ പിന്നീട് യഥാർത്ഥ പ്രതികളെ ഒഴിവാക്കി ചില നേതാക്കന്മാരെ മാത്രം ഉൾപ്പെടുത്തി അതിൽ ശരിക്കും രക്ഷപ്പെടുന്ന എവിടെയെങ്കിലും പരാമർശമുള്ള നേതാക്കന്മാരെ മാത്രം ഉൾപ്പെടുത്തി കേസ് ഫ്രെയിം ചെയ്തു പിണറായി വിജയൻ. സരിത സോളാർ കേസ് അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്. അതിൽ ഏറ്റവും വലിയ വില്ലന്മാരായ ആളുകൾ ആരൊക്കെ ഇപ്പോഴും ഭരണത്തിലുണ്ട്. പിണറായി വിജയന്റെ ഏറ്റവും വലത്തിരിക്കുന്ന ഇടത്തിരിക്കുന്ന ചില ആളുകൾ അതിൽ പ്രതികളാണ്. എന്നാൽ ഇതിൽ നിരപരാധിയായ ഒരാളെ കൊണ്ടേ കുടുക്കി അവസാനം ആര്? ഉമ്മൻചാണ്ടിയുടെ കൂടെ നിൽക്കുന്ന ചില ഫോട്ടോകൾ പുറത്ത് കൊണ്ടുവരുന്നതിന് നിർണായക പങ്കുവെച്ചത് ഹരിശങ്കറാണ്. അത് തെറ്റാണ് അദ്ദേഹം ചെയ്തത്. അതിനുള്ള ശിക്ഷയാണോ ഇപ്പൊ അയ്യപ്പൻ കൊടുത്തതെന്ന് അറിയില്ല. ഉമ്മൻചാണ്ടിയെ നിരപരാധിയായ ഉമ്മൻചാണ്ടിയോടൊപ്പമുള്ള ചില ചിത്രങ്ങൾ അതൊരു മുഖ്യമന്ത്രിനെ കാണാൻ വരുമ്പോൾ എല്ലാവരും എടുക്കുന്നതാണ്. ഉമ്മൻചാണ്ടിയുടെ കൂടെ ആർക്ക് വേണമെങ്കിലും ഫോട്ടോ എടുക്കുക. കാരണം അങ്ങനെ ഒരു വലിയ ആള് ചെറിയ ആളെന്നുള്ളതൊന്നുമില്ല. ഏത് പാവപ്പെട്ട വന്നാലും കൂടെ നിർത്തും, നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഏത് ഉന്നതരായ ആൾ വന്നാലും ഏത് ആൾ വന്നാലും കൂടെ ചേർത്തും. സരിതാ നായർ ചെവിട്ടിൽ വന്ന് വർത്താനം പറയുന്ന ഒരു സംഭാഷണമാണ് ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചത് പിണറായി വിജയൻ. അങ്ങനെ അവർക്ക് സെക്ഷലി ബന്ധമുണ്ടെന്ന് കൊണ്ടുവരികയും നമുക്കറിയാം, അങ്ങനെ കൊണ്ടുവരികയും അങ്ങനെ അവസാനം എന്തായി? അദ്ദേഹത്തെ ഇല്ലാത്ത കഥ ഉണ്ടാക്കി പ്രതിയാക്കി. ഒരു ഫോട്ടോ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് ചിത്രീകരിക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചു. ആ ഫോട്ടോ ഈ പറയുന്ന ഹരിശങ്കർ കണ്ടെത്തിയ മൊബൈലിൽ നിന്ന് പോയതാണ്. എന്നാൽ ഹരിശങ്കറിന് ആ പങ്കുണ്ടെന്നതിൻ്റെ തിരിച്ചടിയാണ് സ്വന്തം പിതാവിന് ഇത്രയധികം തിരിച്ചടികൾ നേരിടേണ്ടി വന്നത് എന്ന് കൂടി ചിന്തിക്കുക. എന്തായാലും എത്ര വലിയ പോലീസ് ഉന്നത ബന്ധമുണ്ടായാലും ഹരിശങ്കറിന്റെ പിതാവ് അവസാനം എന്തായി? റിമാൻഡിലായി. ICO എന്ന് പറയുന്ന കള്ളത്തരം, കെട്ടിച്ചമച്ച കള്ളത്തരമൊക്കെ ഉണ്ടാക്കിയാലും വയസ്സായ വൃദ്ധനായ അദ്ദേഹത്തിന് അവസാനം ജയിലിൽ കിടക്കേണ്ട ഗതികേട് വന്നു. അത് DIG ആയ ഹരിശങ്കറിന്റെ പിതാവിനെ എല്ലാ തരത്തിലും പോലീസ് രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷെ അവിടെ ഹൈക്കോടതിയുടെയും അതേപോലെ താഴെ കോടതികളൊന്നും അത് പരിഗണിച്ചില്ല. അവിടെ നിയമത്തിന്റെ വഴിക്ക് പോയി. കട്ടവൻ അകത്ത് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ അദ്ദേഹം ചെയ്തത് എന്താ? പത്മകുമാറിന്റെ കൂടെ ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റില്ല. പത്മകുമാർ ചെയ്യുന്ന എല്ലാം തന്നെ പിണറായി വിജയൻ അവിടെ നിന്ന് പറഞ്ഞിട്ടാണ്, കടകംപള്ളി പറഞ്ഞിട്ടാണ്. അപ്പൊ ഈ കടകംപള്ളി പറഞ്ഞ പ്രകാരമാണ് കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ജയറാം എന്ന് പറയുന്ന നടൻ, സിനിമാ നടൻ, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നതെന്നാണ്, ഇഷ്ടമുള്ള നടനാണ്. ചില വാക്കുകൾ കൊണ്ട് ചില ആളുകളെയൊക്കെ വാചകം അടിക്കുന്നതല്ലാതെ വലിയ കുഴപ്പക്കാരനല്ല. അദ്ദേഹം ഈ കേസിൽ പ്രതിയാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോകണോ എന്നുള്ള കാര്യം, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോകണം എന്നുള്ള കാര്യം, അദ്ദേഹത്തിൻ്റെ വീട് പോലീസ് വളയാൻ പോകുന്നു എന്നുള്ള കാര്യം. എന്താണ് കാര്യം? അദ്ദേഹം ഏറ്റവും ആദ്യം ചെയ്തത് ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിൾ പള്ളിക്കത്തോടുള്ള ക്ഷേത്രത്തിൽ കൊണ്ടുവന്നപ്പോൾ, ഈ വാതിൽപ്പടി ദ്വാരകപാലക ശില്പങ്ങൾ കൊണ്ടുവന്നപ്പോൾ അവിടെ ആരെ കൂടെ? പത്മകുമാറിന്റെ കൂടെ ആരുണ്ടായിരുന്നു? ഈ ഉണ്ണീകൃഷ്ണൻ പൊരിയുടെ കൂടെ ആരുണ്ടായിരുന്നു? ജയറാം ഉണ്ടായിരുന്നു. അപ്പൊ ജയറാമിന് അപ്പം മുതൽ തന്നെ ഇതിന്റെ പിന്നിൽ ബന്ധമുണ്ട്. അങ്ങനെ പോയി ജയറാമിന്റെ വീട്ടിൽ ഈ ദ്വാരപാലക ശില്പങ്ങളും വാതിൽപ്പടിയും എല്ലാം കൊണ്ടുവരികയാണ്. അവിടെ പൂജ നടക്കുകയാണ്. പിന്നെ പല കച്ചവടങ്ങൾ നടന്നു എന്നുള്ളതാണ് പുറത്തു വരുന്നത്. ജയറാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം
ചെറുതൊന്നുമല്ല. അവർ തമ്മിൽ ഇടപാടുകളും നടന്നു. അതിൽ പല വലിയ ഇടപാടുകൾ നടന്നു. കച്ചവടത്തിന് ഇടനിലക്കാരനായി എന്നൊക്കെ പറയുന്നു. വലിയ തോതിലുള്ള വാർത്തകളാണ് വരുന്നത്. അദ്ദേഹത്തെ SIT അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വീട് വളയാൻ പോകുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വലിയ വാർത്ത ഇപ്പോൾ ഞെട്ടലോട് കൂടിയിട്ടാണ് എല്ലാവരും കേൾക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിശേഷം, എൻഫോഴ്സ്മെന്റ് നടത്തിയ റെയ്ഡിൽ 12 പേരെ പ്രതികളാക്കി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാകാൻ പോകുന്നത്, ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെയാണ്. അതോടൊപ്പം തന്നെ വാസവനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ SIT വിളിച്ചു കഴിഞ്ഞു. അടുത്ത ചോദ്യം ചെയ്യലിൽ അദ്ദേഹം അറസ്റ്റിലാകുമെന്നുള്ള കൃത്യമായുള്ള വിവരങ്ങളാണ്. കാരണം അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അടുത്ത അറസ്റ്റിലാവുന്നത് വാസവനാണ്. ഇതിന്റെ എല്ലാം പിന്നിലുള്ള ശക്തി ആരാണ്? പിണറായി വിജയനാണ്. പിണറായി വിജയൻ അറിയാതെ കടകംപള്ളിയോ വാസവനോ പത്മകുമാറോ പ്രശാന്തോ ഒന്നും ചെയ്യില്ല. പിണറായി വിജയൻ അവിടെ നിയമിക്കുമ്പോൾ തന്നെ പത്മകുമാറിനോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? നിർബന്ധമായും അവിടുന്ന് കക്കാനും തട്ടിപ്പ് നടത്താനും കിട്ടാവുന്നല്ല അടിച്ചെടുത്തോ എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്രങ്ങളിൽ താഴെ ദേവസ്വം ബോർഡിന്റെ 2000-ഓളം വരുന്ന ക്ഷേത്രങ്ങളുടെ ഭരണം വർക്കാണ്. അവിടെയുള്ള ക്ഷേത്രങ്ങളിൽ വിദേശത്ത് കൊണ്ടുപോയി വിൽക്കാവുന്ന ധാരാളം ആന്റിക്കുകളുണ്ട്. അതേപോലെ എന്തുണ്ട്, പിന്നെ ഈ ഇതുണ്ടല്ലോ, റൈസ് പുള്ളർ എന്നൊക്കെ പറയുന്ന റാൻഡം പവറുള്ള മെറ്റീരിയൽ, കോപ്പർ മെറ്റീരിയലും അതേപോലെ താഴിക്കുടങ്ങളൊക്കെ ഉണ്ട്. മുമ്പ് നമ്മളെ വിജയമല്യ അവിടുന്ന് 9 താഴിക്കുടങ്ങളാണ് അടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. ഇതിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, അന്വേഷിക്കാൻ വേണ്ടി SITക്ക് അന്വേഷണത്തിന് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സംഭവത്തിൽ ഈ അമ്പലങ്ങളിൽ നിന്നൊക്കെ അടിച്ചുകൊണ്ടുപോകുന്ന പഞ്ചലോഹങ്ങൾക്ക് വിദേശത്ത് വലിയ മാർക്കറ്റാണെന്നേ. പിണറായി വിജയൻ വിദേശത്ത് പോയി ദാവൂദ് ഇബ്രാഹിമായിട്ട് സംസാരിച്ചു എന്ന് പറയുന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. പിണറായി വിജയൻ ഇവിടുന്ന് വിദേശത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത്തരം കാര്യങ്ങൾക്കാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, അയ്യപ്പനെ തൊട്ടാൽ വെറുതെ വിടില്ല. പിണറായി വിജയന്റെ വിഗതികൾ എന്തായിരിക്കും, നാളെ എന്തൊക്കെ സ്ഥിതികൾ എത്തിക്കും എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും വാസവനും കടകംപള്ളിയും അതേപോലെ പ്രശാന്തനും അവസാനം പിണറായിയും അറസ്റ്റിലാകുന്ന നിമിഷങ്ങളെ കുറിച്ച് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. കേരളത്തിൽ ഇനി മേലിൽ ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പുകാരൻ മുഖ്യമന്ത്രി വരാൻ പാടില്ല. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ തട്ടിപ്പുകളെല്ലാം നടന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വീട്ടിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പമുള്ള ചിത്രങ്ങൾ കൃത്യമായി പുറത്തു വന്നു കഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ പിണറായി വിജയനും കാത്തിരിക്കുക. നമ്മുടെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പോയതിനെ നമ്മുടെ ശിവൻകുട്ടി പറഞ്ഞത്, സ്വർണം കെട്ടതാരപ്പ കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് സോണിയാഗാന്ധിയുടെ വീട്ടിൽ റെയ്ഡ് ചെയ്യണം, സോണിയാഗാന്ധിയുടെ വീട്ടിൽ എന്ത് ചെയ്യണം, അവിടെ നിന്ന് ഈ സ്വർണം കണ്ടെടുക്കണം എന്നൊക്കെയാണ് ആര് പറഞ്ഞത്? ശിവൻകുട്ടി. അങ്ങനെയാണ് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കാൻ വലിയ ബുദ്ധിമുട്ടല്ല. അദ്ദേഹത്തിന്റെ കീഴിലുള്ള 2 മന്ത്രിമാരാണ് ഈ പരിപാടി നടത്തിയ. കടകംപള്ളിയും 2016 മുതൽ 2021 വരെയുള്ള മന്ത്രിയും 2021 മുതൽ 2026 വരെയുള്ള മന്ത്രിയായ വാസവനുമാണ് ഈ പരിപാടിയൊക്കെ നടത്തിയത്. ആ സമയത്തുള്ള പ്രസിഡന്റുമാരെല്ലാം പിണറായി വിജയൻ നിയമിച്ചതാണ്. ഇപ്പൊ പിണറായി വിജയന്റെ കൺട്രോളിലുള്ള എല്ലാ ആളുകളാണ് ഇതൊക്കെ നടത്തിയത്. പിണറായി വിജയൻ അറിയാതെ ഒരു വകുപ്പിലും ഒരു കള്ളത്തരവും നടക്കില്ല. ഇവിടെ വീണ ജോർജൊക്കെ കോടാനുകൂടി കക്കുമ്പോൾ അത് പിണറായി വിജയന്റെ അറിവോട് കൂടിയാണ്. പഴയ മരുന്ന് വാങ്ങി വിൽക്കുകയാണ്. ഈ ആറന്മുള മണ്ഡലത്തിലാണ്, പത്തനംതിട്ട ആറന്മുള മണ്ഡലത്തിലാണ് ഈ വീണ ജോർജ്. ഇത്രയും വലിയ തട്ടിപ്പുകാരിയെ കൊണ്ടിറക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നത് എന്താണ്? ശൈലജ ടീച്ചറെ മാറ്റി. ശൈലജ ടീച്ചർ ഇത്തരം കള്ളങ്കത്തരങ്ങൾക്കൊന്നും വ്യാപകമായി കൂട്ടി നിൽക്കില്ല, അറിയാതെ ഒപ്പിട്ട് പോകുന്നതാണ്. എന്നാൽ വീണ ജോർജ് അങ്ങനെയല്ല, കക്കണം, മോഷ്ടിക്കണം, പിണറായി വിജയന് കൊടുത്തിട്ട് ബാക്കി ഇവിടെ മോഷ്ടിച്ച് സ്വന്താക്കണം. ഇത് കൃത്യമായി അറിയുന്ന ആളാണ് ആര്? സരിതാ നായർ. സരിതാ നായർ വഴി വീണ ജോർജ് തട്ടിപ്പടർത്തിയിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞു പോണത്. അപ്പൊ സരിതാ നായരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ ജോർജ് തട്ടിപ്പടർത്തിയിട്ടുണ്ട്. ഈ പിണറായി വിജയന്റെ കീഴിലുള്ള ആര് എന്ത് നടത്തിയാലും തട്ടിപ്പിന്റെ ഓഹരി പിണറായി വിജയന് കിട്ടും. ഇപ്പോൾ ജയറാം അവസാനം കുടുങ്ങാൻ പോവുകയാണ് എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കുകയാണ്. നമുക്ക് അധികം താമസിയാതെ അദ്ദേഹത്തിന്റെ അറസ്റ്റും കാര്യങ്ങളും കേൾക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം. എന്തായാലും കഷ്ടം എന്നല്ലേ പറയേണ്ടുള്ളൂ. ജയറാം അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി നമ്മൾ കാണുന്നത് ഇനി അടുത്ത് കടകംപള്ളി എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും അടുത്ത വാർത്തയിൽ വരിക. അങ്ങനെ 12 ഈ ഇലക്ഷൻ കഴിയുന്നവരെ ഓരോ ദിവസവും ഓരോ വാർത്തകൾ ഓരോ ആഴ്ചയും വരും. ഈ കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായി
പിണറായി വിജയനെ ആട്ടി ഓടിക്കാനുള്ള എല്ലാ മനസ്സോടുകൂടി കാത്തിരിക്കുകയാണ്. ബജറ്റിൽ കള്ളത്തരങ്ങൾ പറഞ്ഞ ആളെ പറ്റിക്കാൻ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ അയ്യപ്പൻ പണി കൊടുത്തു കഴിഞ്ഞു. കേരളത്തിൽ അടുത്ത ഭരണം പിണറായിക്കെതിരെയുള്ള വോട്ടാണ്. ആ വോട്ടിന് ജനങ്ങളെ ഒറ്റക്കെട്ടായി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുക. ഈ കള്ളനെ, ഈ തട്ടിപ്പ് വിവരനെ, ഈ മാഫിയ തലവനെ ഇവിടുന്ന് അടിച്ചോടിക്കണം. അപ്പം മാത്രമേ ഈ നാട് നന്നാവൂ. നന്ദി, നമസ്കാരം.